ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ യാത്ര കണ്ണൂരേക്കാണ്. അതെ, സൈലം എജു കഫേ നടക്കുന്നത് കണ്ണൂർ വെച്ചാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകാമെന്ന് കരുതിയത് കൊണ്ട് നേരെ നദീം സാറിനെയും കൂട്ടി എങ്ങോട്ട് പോയി, കൂത്തുപറമ്പ് ഹോട്ടലിൽ പോയി നല്ല ചൂടുള്ള ദോശയൊക്കെ കഴിച്ചാണ് നമ്മുടെ യാത്ര. വീടിന് തൊട്ടടുത്തായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് ബൈക്കൊന്നും എടുത്തില്ല, നേരെ കാലിബറും വെച്ച് പിടിച്ചങ്ങോട്ട് നടന്ന് പോയി. അഖില മിസ് ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അഖില മിസ്സിനോട് ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞത് ഞാനിന്ന് വരില്ല, ഒറ്റയ്ക്ക് പോകുമോ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടാൽ എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നൗഷാദ് സാറിനെയും ടീമിനെയൊക്കെ കണ്ടത്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ട്രെയിൻ എത്തി. പിന്നെ നേരെ ഒന്നും നോക്കില്ല, കണ്ണും പൂട്ടി ട്രെയിനിലേക്ക് അങ്ങോട്ട് കയറി. 2 മണിക്കൂറോളം സമയമെടുത്തു നമുക്ക് കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 40 രൂപയുടെ ഓട്ടോയും കയറി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. നേരെ ഡ്യൂട്ടിയിലേക്ക് അങ്ങോട്ട് കയറി. ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റിയിട്ടോ. നമ്മുടെ യുവ ബാച്ച് പർച്ചേസ് ചെയ്ത കുട്ടികളെയും യൂട്യൂബിലെ ക്ലാസ് കാണുന്ന കുട്ടികളെയൊക്കെ കുറേ പേരെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമായി. കാരണം ഈ ഓൺലൈനിൽ കാണുന്ന കുട്ടികളെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണതിൽ. പിന്നെ നമുക്ക് തിരിച്ചൊരു 3:30 ആകുമ്പോഴേക്ക് റിട്ടേൺ വരണമായിരുന്നു. കണ്ണൂർ ടു കാലിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് വന്ദേ ഭാരത് ആയിരുന്നു. വന്ദേ ഭാരതിലെ എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു കേട്ടോ. അത് നൈസായിരുന്നു. ഫുള്ള് AC ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു കൂൾ മൂഡിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. പൊതുവേ ഞങ്ങൾക്ക് 2 മണിക്കൂർ യാത്രയാണ് വന്ദേ ഭാരത്. 1 മണിക്കൂർ ഞങ്ങൾക്ക് കോഴിക്കോട് എത്താൻ വേണ്ടി പറ്റും. യാത്രയുടെ ഇടയിൽ വെച്ച് ഒരു ചായയൊക്കെ വാങ്ങി ഇങ്ങോട്ട് കുടിച്ചു. മസാല ചായ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു കുടിക്കാൻ പറ്റാവുന്ന ഒരു നല്ല നൈസ് ടീ ആയിരുന്നു നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവസാനം കോഴിക്കോട് എത്തിയപ്പം ഷാഫി സാറിനെയും കാണാനായി. പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് വിളിച്ചു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.